ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. കൃത്യമായ ഉത്തരം പറയുമെന്ന് നോക്കാം. ഈ ലോകത്ത് നമ്മളെ യാതൊരു കണ്ടീഷനുമില്ലാതെ സ്നേഹിക്കുന്നവരാരാണ്? നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ട്ടോ. ഓക്കെ. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടുമോന്ന് നോക്കാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മദേഴ്സ് ലവ് ആണ്. ഓക്കെ. ഒരു അമ്മ, അതായത് സ്വന്തം വേദന മറന്നുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന ഒരാളാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ശബ്ദത്തിൽ പോലും ഒരു സ്നേഹമുണ്ട്. അതുപോലെ തന്നെ ആ പ്രാർത്ഥനയാണ് എപ്പോഴും നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണത്. ഇനി അടുത്തത് ഫാദേഴ്സ് സൈലന്റ് സാക്രിഫൈസ്. ഒരച്ഛൻ അധികം മോശം കാണിക്കാറില്ല, പക്ഷെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാണത്. അതുപോലെ തന്നെ സ്വന്തം സ്വപ്നങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് മക്കളുടെ സ്വപ്നങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ക്ഷീണമൊന്നും കാണിക്കാറില്ല, ക്ഷീണമുണ്ടായിരിക്കും, ക്ഷീണമൊന്നും കാണിക്കാറില്ല. അതുപോലെ തന്നെ സ്നേഹം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അകത്ത് സ്നേഹം ഉണ്ടായിരിക്കും എന്നാണ്. ഓക്കെ. അപ്പോൾ എനിക്കിങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഫാദറിൻ്റെ തോന്നിയിട്ടുള്ളത് സ്നേഹമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാറില്ല, ഒരു റഫായ പെരുമാറ്റമാണ്. പക്ഷെ നമ്മളോട് സ്നേഹമുണ്ട് നന്നായിട്ട് അറിയാം. ഓക്കെ. ചീത്ത പറയാം, അല്ലെങ്കിൽ വഴക്ക് പറയാം, കോപിക്കാം, പക്ഷെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ പുറത്ത് കാണിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നതും നമ്മൾ തള്ളി പറയുന്നതും. അതെനിക്കും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മദേഴ്സ് ലവ്, അത് പുറത്തേക്ക് വരും, പക്ഷെ ചില സമയത്ത് വരുന്നത് കുറച്ച് കൂടുതലായിരിക്കും, കുറച്ച് കോപത്തിൻ്റെ രൂപത്തിലായിരിക്കാം. നല്ലതും ഉണ്ടായിട്ടുണ്ട്, അതില്ലെന്നല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും, വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി പുറത്തൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും അവർക്കൊരു വാല്യൂ കൊടുക്കുക. നമ്മൾ ഒരു മാരേജ് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും ഒരു വാല്യൂ കൊടുക്കുക. നമ്മൾ ആലോചിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, നമുക്കൊരു വില തന്നില്ല എന്നെങ്കിൽ, നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും വലുതായിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിലക്കുവാനുള്ളൊരു രീതിയിലേക്ക് ആവില്ലായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, ഇവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നു നമ്മളെ ഇല്ലാതാക്കാനുള്ള. അത് അവർ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അത് മാത്രം ചിന്തിച്ചാൽ മതി, നമുക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് മനസ്സിലാവാൻ വേണ്ടി. പല മക്കളും ചിന്തിക്കാറില്ല. ഈ വൃദ്ധസദനത്തിൽ കൊണ്ടിടുന്ന പാരൻസിനെ കൊണ്ടിടുന്ന മക്കൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് അത് കേട്ടടിക്കുമ്പോൾ അപ്പോഴേക്ക് ചിലപ്പോൾ ഒരു ജീവനോട് ഉണ്ടാകുന്ന നിർബന്ധമില്ല. ഓക്കെ. അപ്പം അതുകൊണ്ട് ഉള്ള സമയം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് അതിനുള്ള പണി തരും. കർമ്മ സാധനം ഉണ്ട്, അത് എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ്. ഓക്കെ. താങ്ക് യു.